തൊടയെങ്കിൽ തടഞ്ഞോടാ. ഇടിച്ചു പുറത്തേക്ക് വലിച്ചെറിയാൻ പോവാ ഞാൻ ഈ പിശാചുക്കളെ. അങ്ങനെ തന്നെ വേണം. അയ്യോ അയ്യോ അപ്പച്ചി 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 അയ്യോ അയ്യോ അപ്പച്ചി അങ്കിളിനെ അടിച്ച ഡാങ്കിനെ അമ്മയ്ക്ക് അങ്ങനെ തന്നെ വേണം. എനിക്ക് തോന്നി നിന്റെ സങ്കടത്തിന്റെ കാരണം അതായിരിക്കുന്നു. ഭീമോളുള്ളപ്പോ എപ്പോഴും ഇങ്ങനെ കലബലാന്ന് സംസാരിച്ചോണ്ടേയിരിക്കും. ആ ഒരു 2 ദിവസം കഴിയുമ്പോ നമുക്ക് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരാം. ചന്ദ്രു സമാധാനിക്ക്. മാധവേട്ട, വർഷയെ പ്രസവം കഴിയുന്നതുവരെ നമ്മൾ എവിടെ നിർത്തണമെന്നായിരുന്നില്ലേ? ഈ സമയത്ത് വർഷയ്ക്ക് ഒരു അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഒക്കെ ആവശ്യ. വിക്രമിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ അവളെ വിടുവായിരുന്നോ? ദേ, നീ ഇപ്പൊ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ദൈവം എല്ലാം നല്ല രീതിയിൽ നടത്തിത്തരും. അതല്ല മാധവേട്ട. ഏതല്ലെന്ന്? ദേ, നീയും പ്രസവിച്ചല്ലോ എന്റെ 5 മക്കളെ. അവരെ നോക്കിയത് നിന്റെ അമ്മയും അച്ഛനും ഒക്കെ ആണോ? അല്ലല്ലോ. എന്നിട്ടെന്താ, അവര് വളർന്നില്ലേ? അതും ആദ്യത്തേത് ഇരട്ടക്കുട്ടികളായിട്ടും. എന്നാലും വിക്രം എന്താണ് നമ്മൾ പറഞ്ഞിട്ടും വർഷ എവിടെ നിർത്തിയിട്ട് പോകാത്തത് എന്നല്ലേ? ആ, അതിന്റെ ഉത്തരം ഞാൻ പറയാം. അവര് ജീവിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. പരസ്പരം പിരിഞ്ഞിരിക്കാനൊന്നും ആവില്ല. ഒരു പക്ഷേ വർഷ വിക്രമിനെ കൊണ്ട് പറയിച്ചതാവാനും സാധ്യതയുണ്ട്. ഇപ്പോഴും എനിക്ക് ചന്ദ്രു ഇല്ലാതെ ഈ മുറി കയറിയ ശ്വാസം കിട്ടാത്തതുപോലെ തോന്നുന്നു. സത്യമാണോ? നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാൻ പറ്റില്ല. ആ, അല്ല, കൂട്ടുകാരി തന്ന സമ്മാനോടെ കണ്ടില്ലല്ലോ. $5 ലക്ഷം രൂപയുണ്ട്. വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും കേൾക്കണ്ടേ? സാരമില്ല, നമുക്ക് ഇത് വെച്ച് വീട് പണി തുടങ്ങും. പണം വരുമ്പോ ഓർമ്മയ്ക്ക് തിരികെ കൊടുക്കാലോ. അച്ഛന് കൊടുക്കാൻ ഒരു കോൺട്രാക്ടർ കൊണ്ടുവന്ന പണമാണ് അവനെടുത്ത് ഓട്ടോയ്ക്ക് അടച്ചത്. ജയകൻ എന്റെ ഓട്ടോ തിരികെ എടുത്ത് തന്നത് കുറുപ്പ് സാറിന്റെ പൈസ എടുത്ത് മറിച്ചിട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പൈസ തീർച്ചയായിട്ടും തിരിച്ചു തന്നിരിക്കും കുറുപ്പ് സാറേ. ഇത് മാധവൻ നായരുടെ വാക്കാ. ഈശ്വര, ആകെ കുഴപ്പമായല്ലോ. ഞാനും ജഗനും ഒരുമിച്ചെല്ലാം കിടക്കുന്നെന്നുള്ള കാര്യം ദീമൾ അച്ഛനോടും അമ്മയോടും ചെന്ന് പറഞ്ഞ അവർക്കത് സങ്കടാവും. ഇനിയിപ്പോ എന്താ ഒരു വഴി?
അങ്കിളെ വാ വന്ന് കിടക്ക്. ആ ആ വന്ദനമ്മേ ഇവിടെ വന്ന് കിടക്ക്. ആ മോളെ, ജഗനങ്ങളിന് ചെറിയൊരു പനിയുണ്ട്. ഈ പനിയും വെച്ചുകൊണ്ട് ജഗനങ്ങളുടെ മോളുടെ കൂടെ കിടന്നാലേ മോൾക്കും പനി വരും. വന്ദന അമ്മയ്ക്കും പനി വരും. അങ്കിള് താഴെ കിടന്നോളാം. നോക്കട്ടെ അങ്കിളിന് പനിയുണ്ടോന്ന്. ആ. വാ ഇരിക്ക്. ആ. വെറുതെ അങ്കിളിന് ഒരു പനിയും ഇല്ല. ആ. ദിയമ്മളും നെറ്റി തൊട്ട് നോക്കിയിട്ട് ചൂടൊന്നുമില്ല. അങ്കിള് കള്ളം പറയാ. അങ്കിള് വന്ന് ദിയമ്മളടുത്ത് കിടക്ക്, അല്ലെങ്കിൽ ദിയമ്മൾക്ക് സങ്കടാവും. മോളെ, ഇപ്പോഴത്തെ പനിക്ക് ചൂടില്ല. വേണ്ട അങ്കിൾ ഒന്നും പറയണ്ട, അങ്കിള് വന്ന് കിടക്ക്. അല്ലെങ്കിൽ ദിയമ്മോൾ അങ്കിളിനോട് മിണ്ടില്ല.